Okay, good morning. അടുത്ത ചാപ്റ്ററാണ് വേവ്സ്. എന്താണ് വേവ്സ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വേവ്സ് ആർ ദ disturbance that propagates and transport energy and momentum without the transport of matter. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സ് വേവ്സ്. ഫസ്റ്റ് ബേസിക് ക്ലാസിഫിക്കേഷൻ മെക്കാനിക്കൽ നോൺ മെക്കാനിക്കൽ, അത് കഴിഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ്റെ ബേസിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സ് ക്ലാസിഫൈ ചെയ്തു. പിന്നെ ഡയമെൻഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു, വേവ് ഫ്രണ്ടിൻ്റെ ബേസിൽ, പിന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് വൈബ്രേഷൻ. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് വേവ് മോഷൻ. ഇനി പറയാനുള്ളത് അതേപോലെ തന്നെ ഫേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എന്താണ്, എപ്പോച്ച് എന്താണ്, ഒക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ. ഇനി നമുക്ക് പറയാനുള്ളത് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേവ്സിൻ്റെ. കുറച്ച് ക്യാരക്ടേഴ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ്, അതായത് ഫേസ് ഡിഫറൻസ് ആൻഡ് പാത്ത് ഡിഫറൻസ്, ഫ്രീക്വൻസി, വേവ് വെലോസിറ്റി ആൻഡ് വേവ് ലെങ്ത്. ഇത്രയും കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നതാണ് പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ്. ഒരു വേവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വേവിൻ്റെ ഫേസ് ഡിഫറൻസ് ഇസ് ബിറ്റ്വീൻ ടു വേവ്സ് അറ്റ് എ പോയിൻറ്റ് ഇൻ എ മീഡിയം ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടിറ്റി. അതായത് ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുക, അവിടെയുള്ള രണ്ട് വേവിലെ ആ വേവ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടിറ്റിയാണ്. എത്രയാണ് ആ വേവ് നമ്മൾ ഫേസ് ഡിഫറൻസ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ആ ഒരു ഫേസ് ഡിഫറൻസ് ലാംഡേൻ്റെ ടേംസിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. Phase difference is a state expressed in an angle called phase difference. A difference in state, അതായത് രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ലാംഡയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പാത്ത് ഡിഫറൻസ് എന്നും, ആ രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള ആംഗിളിലാണ് പറയുന്നതെങ്കിൽ അതിനെ ഫേസ് ഡിഫറൻസും എന്നും പറയും. ആംഗിളിലാണെങ്കിൽ ഫേസ് ഡിഫറൻസും, ഇൻ ടേംസ് ഓഫ് ലാംഡ ആണെങ്കിൽ അതിനെ പാത്ത് ഡിഫറൻസ് എന്നാണ് പറയും. ഓക്കെ, 2π റേഡിയൻ. Phase difference expressed in terms of lambda is called, phase difference expressed in terms of lambda is called path difference. Okay, ഇനി 2π റേഡിയനിലാണ് നമ്മൾ നോർമലി ഫേസ് ഡിഫറൻസ് പറയുന്നതെങ്കിൽ അതിന് 2π റേഡിയന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ത് വരുന്നത്, ലാംഡ വരുന്നത്. ഓക്കെ, അപ്പം 0 2π എന്നൊക്കെ വരുന്ന സ്ഥലത്ത് എന്ത് വരും, 0 ലാംഡ 2 ലാംഡ അങ്ങനെ വരും. ഓക്കെ, ഇനി phase difference corresponds to unit path difference is called എന്താ, phase shift constant. അതാണ് 2π by lambda. Phase difference corresponds to unit path difference is called phase shift constant, that is 2π by lambda. ആ phase shift constantനെ വേവ് വെക്റ്റർ എന്നും അതുപോലെ തന്നെ വേവ് വെക്റ്റർ കെ എന്നാണ് ഡിനോട്ട് ചെയ്യുക. വേവ് വെക്റ്റർ എന്ന് പറയും, ഫേസ് ഷിഫ്റ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. ഇതൊക്കെ പ്രോബ്ലത്തിൽ ചോദിക്കുന്നതാണ്. ഡിഫൈൻഡ് വേവ് വെക്റ്റർ അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ് കോൺസ്റ്റൻറ്റ് എങ്ങനെ പറഞ്ഞാലും കെ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കെൻ്റെ എക്സ്പ്രഷൻ എന്താ, കെ ഈസ് ഈക്വൽ ടു 2π by ലാംഡ. സപ്പോസ് ദെർഫോർ ഫേസ് ഡിഫറൻസ് ഡെൽറ്റ, ഫേസ് ഡിഫറൻസ് പറയുന്നത് ഡെൽറ്റ ആണെങ്കിൽ 2π by ലാംഡ എക്സ്, അതായത് കെ എക്സ്, ഫേസ് ഡിഫറൻസ് ഈസ് കെ എക്സ്. kx 2π by lambda x, that is kx, where k is the wave vector. Okay, the concept of phase difference is essential in the study of interference, diffraction, polarization. ഇതൊക്കെ ഇനി ഇൻ്റർഫറൻസ് എന്താ ഡിഫ്രാക്ഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കും. പക്ഷേ ഇനി ബാക്കി നെക്സ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇൻ്റർഫറൻസ്. അതിലൊക്കെ കെ അല്ലെങ്കിൽ വേവ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടിറ്റിയാണ്. നെക്സ്റ്റ് ഈസ് കൺസെപ്റ്റ് ഓഫ് ഫ്രീക്വൻസി. അടുത്താണ് ഫ്രീക്വൻസി. എന്താ ഫ്രീക്വൻസി, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേണ്ട ആവശ്യമില്ല. നമ്പർ ഓഫ് സൈക്കിൾസ് പാസിങ് ത്രൂ എ പോയിൻറ്റ് ഇൻ 1 സെക്കൻഡ്. എന്താ ഫ്രീക്വൻസി ഒന്നും എക്സാമിന് ചോദിക്കില്ല, പക്ഷേ ആ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം മുന്നോട്ടുള്ള ഡിസ്കഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് വേവ് വെലോസിറ്റി. അത് പ്രോബ്ലത്തിന് എപ്പോഴും ആവശ്യമുള്ള ടേമാണ് വേവ് വെലോസിറ്റി. വേവ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഡിസ്റ്റർബൻസ് ഇൻ യൂണിറ്റ് ടൈം ഇസ് കോൾഡ് വേവ് വെലോസിറ്റി. അതായത് നമ്മൾ സാധാ വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ പോലെ തന്നെയാണ് v is equal to n ലാംഡ, വേർ ഇസ് n is the number of cycles in 1 second. അതായത് f ലാംഡ ഇതിൽ നമ്മൾ itself v is equal to n ലാംഡ, where n is the number of cycles produced in 1 second. ഓക്കെ, ഇനി ഈ എക്സ്പ്രഷനിൽ v is equal to n ലാംഡ എന്നുള്ള എക്സ്പ്രഷനെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക.
അപ്പോൾ എന്താ കിട്ടുക? ടു പൈ എൻ ഇൻറ്റു ലാംഡ ബൈ 2π. 2πn അല്ലെങ്കിൽ 2πf എന്താണ്? ദാറ്റ് ഈസ് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ബൈ ലാംഡ ബൈ 2π. ദാറ്റ് ഈസ് 2π ബൈ ലാംഡ എന്താ? കെ. അപ്പോൾ ഒമേഗ ബൈ കെ. അപ്പം വേവ് വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷനാണ് എന്ത്? വി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. നെക്സ്റ്റ് ഈസ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്താണെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വേവ് ലെങ്ത് എന്താണ്? നമ്മളൊരു വേവ് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അതിൻ്റെ ക്രസ്റ്റും അല്ലെങ്കിൽ രണ്ട് വേവിൻ്റെ ട്രഫും ഇതാണ് എന്ത്? ലാംഡ. ഈ ലാംഡ 1 ലാംഡ രണ്ട് ക്രസ്റ്റും അല്ലെങ്കിൽ ട്രഫും നമ്മൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് തമ്മിലുള്ള എന്താണ്? ആ ഒരു ഡിസ്റ്റൻസിനെയാണ്, മിനിമം സെപ്പറേഷനെയാണ് എന്ത് പറയുന്നത്? വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദ മിനിമം സെപ്പറേഷൻ ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഹാവിങ് സെയിം സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ. ക്രസ്റ്റ് ഇത് തന്നെ വേണമെന്നില്ല. ഈ പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് സെയിം പോയിൻ്റ് ഇവിടെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് വേവ് ലെങ്ത്. നിങ്ങൾ ഈ പോയിൻ്റാണ് എടുത്തതെങ്കിൽ ഈ പോയിൻ്റ് എടുക്കുക. അപ്പോൾ ഇതാണ് വേവ് ലെങ്ത്. ഓക്കെ, ഏതൊരു പോയിൻ്റ് എടുത്താലും അതേ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനുള്ള അടുത്ത പോയിൻ്റ് അത് തമ്മിലുള്ള മിനിമം സെപ്പറേഷനെയാണ് എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്താണെന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലത്തിന് വേവ് ലെങ്ത്തിൻ്റെയും വേവ് വെലോസിറ്റിൻ്റെയൊക്കെ എക്സ്പ്രഷൻ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ത്? 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. ഒരു 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷനിലേക്ക് കിടക്കുകയാണ്. അതിന് മുന്നേ എന്താണ് ഒരു പ്രോഗ്രസീവ് വേവ്? ഒരു കണ്ടിന്യൂസ് ആയിട്ട് അഡ്വാൻസ് ചെയ്ത് പോകുന്ന വേവ്, അതായത് സ്റ്റേഷനറി വേവ് അല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് പോകുന്ന വേവിനെയാണ് എന്ത് പറയുക? പ്രോഗ്രസീവ് വേവ് എന്നാണ്. അപ്പോൾ ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് എന്താ? എ വേവ് ദാറ്റ് അഡ്വാൻസസ് കണ്ടിന്യൂസ്ലി ഈസ് കോൾഡ് പ്രോഗ്രസീവ് വേവ് ആൻഡ് ദ ഡിസ്റ്റർബൻസ് സച്ച് വേവ് പ്രൊപ്പഗേറ്റ്സ് വിത്തൗട്ട് റിഫ്ലക്ഷൻ. ഈ ഒരു സിമ്പിൾ ഹാർമോണിക്കലി വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വേവ്, അതായത് സിൻസോയിഡൽ വേവിനെയാണ് ഒരു പ്രോഗ്രസീവ് വേവ് എന്ന് പറയുന്നത്. Consider a propagation of plane wave along a positive direction of x-axis. ഒരു എക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വേവിനെ കൺസിഡർ ചെയ്യാം. കൺസിഡർ എ പ്രൊപ്പഗേഷൻ ഓഫ് വേവ് അലോങ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് x-axis. പാർട്ടിക്കിൾ ഓൺ ദ x-axis വൈബ്രേറ്റ് സിമ്പിൾ ഹാർമോണിക്കലി. അതായത് ഇവിടെയുള്ള പാർട്ടിക്കിൾ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? സിമ്പിൾ ഹാർമോണിക്കലി വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. x-axis perpendicular ആയിട്ട്. The displacement of the particle at the origin is psi is equal to a sin omega t. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? psi is equal to a sin omega t ആണ്. ഒരു വേവ് അതെങ്ങനെ അഡ്വാൻസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് പോകുന്നൊരു വേവാണ്. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് psi is equal to a sin omega t ആണ്. ഓക്കെ, ഒറിജിനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഒറിജിനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഒമേഗ ടി. ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് വരും? ഫേസ് ഡിഫറൻസ് ഒക്കെ വരും. ഓക്കെ, ഇനി ലെറ്റ് സൈ ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എ പോയിൻറ്റ് പി. ഒരു പി എന്ന് പറഞ്ഞ പോയിൻറ്റിലൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സൈ വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ എക്സ് ഫ്രം ദ ഒറിജിൻ ഒ അറ്റ് ടൈം ടി. അതായത് സൈ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി പോയിൻറ്റ് പി. ഏതെങ്കിലും ഒരു പോയിൻ്റ് പി എടുത്താൽ ആ പോയിൻ്റിലുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്ത്? സൈ. ഇനി പി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ, ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ഒറിജിൻ അറ്റ് ടൈം ടി. പി എന്ന് പറഞ്ഞ പോയിൻ്റ് ഒറിജിനിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണുള്ളത് അറ്റ് ദ ടൈം ടി. പി എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടെയാണുള്ളത്? എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ. എവിടെ നിന്ന്? ഒറിജിനിൽ നിന്ന്. അത് ഏത് ടൈമിലാണ്? ടി എന്ന് പറഞ്ഞ ടൈമിൽ. അത്രയും മനസ്സിലായോ? ഇനി നമ്മൾ കൺസിഡർ ടി മൈനസ് എക്സ് ബൈ വി എന്ന് പറഞ്ഞ ടൈമിൽ. ടി എന്ന് പറഞ്ഞ ടൈമിൽ എക്സ് ആണ് ഡിസ്റ്റൻസ്. അപ്പം ടി മൈനസ് എക്സ് ബൈ വി എന്ന് പറഞ്ഞ ടൈമിൽ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ഒറിജിൻ അറ്റ് ടൈം ടി മൈനസ് എക്സ് ബൈ വി, where x by v is the time taken by the displacement to reach p from the origin. ഒറിജിനിൽ നിന്ന് പി വരെ എത്താനുള്ള ടൈമാണെന്ത്? ടി. എക്സ് ബൈ വി എന്ന് പറയുന്നത്.
ഓക്കെ, ഒറിജിനിന്ന് പി വരെ എത്താനുള്ള ടൈമാണെന്ത് x/v എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിച്ചു നോക്കിയാൽ നന്നായി മനസ്സിലാവും. ഇങ്ങനെ പറയുന്നതിനേക്കാൾ കൂടെ ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കത്തും. ലെറ്റ് psi be the displacement at point P with distance x from the origin O at time t. ഇനി displacement was produced at the origin at the time t minus x/v. അതായത് ഇവിടെ അല്ലേ ഈ പി എന്ന് പറഞ്ഞ പോയിൻ്റ് എക്സ് ഡിസ്റ്റൻസിലാണുള്ളത്. അത് എപ്പോഴാണ് ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്തത്? ഒറിജിനിൽ ആ ടൈം പറയുന്നത് x/v ടൈം. ഇത്രയും ടൈമിന് മുന്നെയാണ് ഈ പി എന്ന് പറഞ്ഞ പോയിൻ്റ് ഒറിജിനിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ടൈം മുന്നേ ഈ x/v എന്ന് പറഞ്ഞ ടൈം, ഇത് എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, വി വെലോസിറ്റി, അപ്പോൾ ടൈം എന്താ x/v. ഇത്രയും ടൈം മുന്നെയാണ് പി എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടെ ഉള്ളത്? ഒറിജിനിലുള്ളത്. ഇപ്പോൾ മനസ്സിലായോ? പി എന്ന് പറഞ്ഞ പോയിൻ്റ് ഒറിജിനിലുള്ളത്. ദെർഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് സൈ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എങ്ങനെയാ? അപ്പോൾ സൈ എങ്ങോട്ട് ചേഞ്ച് ചെയ്യും? സൈ ചേഞ്ചസ് ടു സൈ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്നുള്ളത് എന്താവും? ടി മൈനസ് x/v ആവും. ടൈം എന്താക്കി മാറ്റി? ടി മൈനസ് x/v എന്നാക്കി മാറ്റി. അപ്പോൾ എങ്ങനെ എഴുതി? ഇങ്ങനെ എഴുതി. ഇനി ഒമേഗേനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എ സൈൻ ഒമേഗ ടി മൈനസ് ഒമേഗ x/v. ഇത് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നന്നായി വായിച്ച് 2-3 പ്രാവശ്യം ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവും. ആ കൺസെപ്റ്റ് എവിടെയാണ് x/v, എവിടെയാണ് ടൈം എന്നുള്ള കൺസെപ്റ്റൊക്കെ നന്നായി 2-3 പ്രാവശ്യം ആ വായിച്ചത് ടെക്സ്റ്റ് മനസ്സിലാവുന്നവരെ 2-3 പ്രാവശ്യം വായിക്കുക. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഡെറിവേഷൻ സിമ്പിളാണ്. ഓക്കെ, ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഒമേഗ ടി മൈനസ് ഒമേഗ x/v. ഓക്കെ, എ സൈൻ ഒമേഗ ടി മൈനസ് ഈ ഒമേഗക്ക് 2πf എന്ന് കൊടുക്കുക. എഫോ അല്ലെങ്കിൽ എന്നോ, ഫ്രീക്വൻസിക്ക് എന്താ നിങ്ങൾ ഡിനോട്ട് ചെയ്യുന്നത്? വേർ എഫ് ഈസ് ദ ഫ്രീക്വൻസി എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ എൻ ആണ്, വേർ എൻ ഈസ് ദ ഫ്രീക്വൻസി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഒമേഗ ടി മൈനസ് 2πf എക്സ് ഇൻറ്റു വിക്ക് വി എൻ ലാംഡ, വേവ് വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു എൻ ലാംഡ എന്ന് നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ എഫും ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെന്താ ബാക്കി ഉണ്ടാവുക? എക്സും പോയി 2πx/λ. അപ്പോൾ 2π/λx. 2π/λ എന്താ? 2π/λ ഈസ് k. ദറ്റ് ഈസ് ഫേസ് ഷിഫ്റ്റ് കോൺസ്റ്റൻറ്റ് ഓർ വേവ് വെക്റ്റർ. അപ്പോൾ നമ്മളെ എക്സ്പ്രഷനൊക്കെ എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്. ഇത് നമ്മളെങ്ങനെയാണ്? പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിലുള്ള ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നത്. ഇത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിലോ എന്താവും? സൈ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ് ആവും. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് കെ എക്സും, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ പ്ലസ് കെ എക്സും ആണ് വരിക. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോവാണ് ഫേസ് ഓഫ് ദ വേവ്. ഇതിൻ്റെ വേവിൻ്റെ ഫേസ് എന്താണ്? ഫേസ് ഒമേഗ ടി മൈനസ് കെ എക്സ് ഈസ് ദ ഫേസ് ഓർ സ്റ്റേറ്റ് ഓഫ് ദ വേവ് അല്ലേ? സപ്പോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് ഈക്വൽ ടു 0, ഒമേഗ ടി മൈനസ് കെ എക്സ് ഈക്വൽ ടു 0, then the displacement of the wave at P is equal to 0. Suppose omega t minus kx equal to 0 ആണെങ്കിൽ ആ P equal to 0ൽ എന്ത് 0 ആയിരിക്കും? വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ഓക്കെ, അത് സപ്പോസ് π/2 ആണെങ്കിലോ? that is maximum value of psi, that is psi is equal to amplitude, maximum amplitude psi is equal to a ആയിരിക്കും. ഇനി 3/2 ആണെങ്കിലോ? psi maximum in opposite directionലേക്ക്, that is psi is equal to minus a ആയിരിക്കും. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ let us find out the speed of the constant phase that moves. ഓക്കെ, ഇതിൻ്റെ സ്പീഡ് ഒന്ന് നോക്കാം. നമുക്ക് അതിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യാം ആ ഇതിൻ്റെ ഫേസ് വെലോസിറ്റി, അതാണ് സ്പീഡ് ഓഫ് ദ കോൺസ്റ്റൻറ്റ് ഫേസ് ദാറ്റ് മൂവ്സ്. അതായത് ഫേസ് വെലോസിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ടേമാണ് വേവ് വെലോസിറ്റി. അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഫേസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി അതെന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ഒമേഗ ടി മൈനസ് കെ എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് കൺസിഡർ ചെയ്യുക. ഒമേഗ ടി മൈനസ് കെ എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ അത് ഡി ടി ടൈമിലും ഡി ടി ടൈമിൽ ഡി എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ, ഇവിടെ ടി ടൈമിൽ എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, നമ്മൾ ഡി ടി ടൈമിൽ ഡി എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇതെങ്ങനെ എഴുതാം? അതായത് മൊത്തം ഒരു ഡിഫറൻഷ്യൽ ടേംസിലേക്ക് വരും. കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യൽ 0 ആണ്. ഒമേഗ ഡി ടി മൈനസ് കെ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ,
ഇനി അപ്പോൾ ഇതിന് നെഗറ്റീവ് ഉള്ളത് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പം ഒമേഗ ടി ഡി ടി ഈസ് ഈക്വൽ ടു കെ ഡി എക്സ്. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. ഒമേഗ ബൈ കെ എന്താ വി, നമ്മുടെ വേവ് വെലോസിറ്റി. ഇവിടെ എന്താണ് ഫേസ് വെലോസിറ്റിയാണ്. കോൺസ്റ്റൻറ്റ് ഫേസിലാണെങ്കിൽ ഉള്ള ഒരു സ്പീഡ്, ഫൈൻഡ് ഔട്ട് ദി സ്പീഡ് ഓഫ് ദ കോൺസ്റ്റൻറ്റ് ഫേസ് ദാറ്റ് മൂവ്സ്. ഓക്കെ, അതാണ് ഫേസ് വെലോസിറ്റി. ഫേസ് വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ എന്താ, വി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. For psi equal to a sin omega kx minus omega t and wave velocity, phase velocity v is equal to omega by k. Psi equal to a sin kx minus omega t ആകുമ്പം അതിൻ്റെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ ബൈ കെ ആണ്. ഓക്കെ, ഇതെപ്പോഴും പ്രോബ്ലത്തിൽ ആവശ്യമുണ്ട്. ഫേസ് വെലോസിറ്റിയും വേവ് വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടി പറയുമ്പോൾ ഇത് ആവശ്യമുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 2π f ഒമേഗ, ഒമേഗ എന്താ 2π f, കെ എന്താ 2π ബൈ ലാംഡ അല്ലേ. അപ്പം അതിനെങ്ങനെ എഴുതി, എഫ് ലാംഡ എന്ന് എഴുതി. 2π എഫും 2π ബൈ ലാംഡയും അതിനെങ്ങനെ എഴുതാം, എഫ് ലാംഡ എന്ന് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത്രയും നേരം നമ്മൾ ഫേസ് വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം സൈ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് ആണ്. അപ്പോൾ ഡോ സൈ ബൈ ഡോ എക്സ് എന്താ, എ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് ഇൻറ്റു കെ. പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. എങ്ങനെ, വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് ഉള്ള ടേം മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് ഇൻറ്റു മൈനസ് കെ. അപ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എങ്ങനെ എഴുതാം, മൈനസ് എ കോസിൻ്റെ മൈനസ് സൈൻ, മൈനസ് എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് ഇൻറ്റു മൈനസ് കെ, പിന്നെ ഒരു മൈനസ് കെയും കൂടി വരും. അപ്പോൾ എങ്ങനെ എഴുതാം, അപ്പോൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ കെ സ്ക്വയർ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്. ഓക്കെ, ഇനി എന്താ, ഇനി വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, അപ്പം ഇൻറ്റു ഒമേഗ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ കാണാം. അപ്പം മൈനസ് എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് ഇൻറ്റു ഒമേഗ രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം, മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്. ഇതിൽ കൺസിഡർ ദ ടേം മൈനസ് എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്. ഈ ഒരു ടേം ഇതല്ലേ, മൈനസ് എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് ബൈ കെ സ്ക്വയർ എന്ന് എഴുതിയാൽ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു 1 ബൈ കെ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇതിന് പകരം ഈ ഇക്വേഷൻ. Okay, comparing dou square psi by dou x square and dou square by dou t square, we can substitute 1 by k square dou square psi by dou x square. Okay, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി, ഒമേഗ സ്ക്വയർ ബൈ കെ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഒമേഗ സ്ക്വയർ ബൈ കെ സ്ക്വയർ ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ. അതായത് ഒമേഗ ബൈ കെ എന്താ വി, ദാറ്റ് ഈസ് വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പം നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ, ഡോ സ്ക്വയർ എക്സ് സൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ബൈ വി സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ദിസ് ഈസ് ദ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ നിങ്ങൾ എന്താ വേവ് ഇക്വേഷൻ ജസ്റ്റ് +2 പഠിച്ചിട്ടുണ്ടാവും, +1. അപ്പം ഇതാണ് അതിൻ്റെ ഡെറിവേഷൻ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ബൈ വി സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ഇനി നമ്മൾ 3 ഡയമെൻഷണൽ കേസിലാകുമ്പോൾ ഇതെങ്ങനെ എഴുതാം, 3 ഡയമെൻഷണൽ കേസിലാകുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ എന്ത് എഴുതും, ഈ എക്സ് സ്ക്വയറിന് പകരം ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, ഇതൊരു ഡെൽ ഓപ്പറേറ്ററാണ്.
ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെറ്റ് സ്ക്വയറിനെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഡെൽ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾ ത്രീ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എങ്ങനെയാവും? ഡെൽ സ്ക്വയർ സൈ ഈക്വൽ ടു 1/v സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. അപ്പം 1 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ കിട്ടിയല്ലോ. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കണം. അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, അങ്ങനെ ഒരു ഡെറിവേഷനും കൂടിയുണ്ട്. അതാണ് അത്രയും ചെറിയൊരു ചാപ്റ്ററാണ്. ആ ഒരു ടോപ്പിക് കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, താങ്ക് യു.